സുഗമദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മറിഞ്ഞിരുന്ന യഥാർത്ഥ വില്ലൻ രംഗത്ത് വരുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും DYSP കുരുവിളേനെ SP വിളിച്ച് താക്കീത് ചെയ്തതോടുകൂടി കുരുവിളയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്. ആ വിവരം കുരുവിള കെവിനോട് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും സാറേ, ആകെ പ്രശ്നമാവുമല്ലോ എന്ന് പറയുമ്പം മിക്കവാറും എനിക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും, അല്ലെങ്കിൽ എന്നെ സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ദേവിക നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മന്ത്രിതലത്തിലും ഓഫീസിലും എല്ലാം ഭയങ്കര പ്രശ്നമാണെന്ന് പറയുമ്പോൾ കെവിൻ ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ നന്ദനെ എവിടെ നിന്ന് കണ്ടെത്തും സാറേ, നമ്മൾക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുമില്ലല്ലോ. എന്തായാലും അരുന്ധതി മേഡം നന്ദനെ കടത്തിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല, ഇതിൻ്റെ പിന്നിൽ വേറെ ആരോ ആണെന്ന്. അന്നേരം കുരുവിള പറയുന്നുണ്ട്, ഞാനിത് മുന്നേ തന്നെ നിന്നോടും ബെല്ലയോടും പറഞ്ഞതല്ലേ, നമ്മളെ കൂടാതെ നാലാമത് ഒരാൾ രംഗത്തുണ്ട്, അയാളാണ് ഈ കളികളെല്ലാം കളിക്കണേന്ന്. അത് ആരാണെന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം, ഇല്ലെങ്കിൽ എൻ്റെ തൊപ്പി തെറിക്കണ കേസാണ്. ഇത്രയും നാളും ഞാൻ ഒരു അഴിമതിയും നടത്താത്ത ഉദ്യോഗസ്ഥനായിരുന്നു. ബെല്ലയ്ക്കും നിനക്കും വേണ്ടി ഈ ഒരു പണിക്ക് എന്നിറങ്ങിയോ അന്ന് മുതൽ എൻ്റെ മനസ്സമാധാനം പോലും എനിക്ക് നഷ്ടപ്പെട്ടേക്കാം. എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല വിലയും നിലയുണ്ടായിരുന്നു. അതുപോലെ തന്നെ എത്ര അവാർഡുകൾ എനിക്ക് കിട്ടിയേക്കണേ. ഇനി ഈ ഒരു കേസ് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ നാണം കെടുമല്ലോ എന്ന്. അന്നേരം ഇസബല്ല അങ്ങോട്ട് വരുന്നുണ്ട്. ഇസബല്ല വന്നതും, എന്താ പാപ്പ പ്രശ്നം, പാപ്പനെന്താ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പം, എന്താ പ്രശ്നമെന്നോ, എല്ലാ പ്രശ്നവും ഉണ്ടാക്കി വെച്ചിട്ട് നീ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിക്കണോ, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാ ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കണ്ട. നന്ദനെ ചതിക്കാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ മുതൽ തുടങ്ങി നമ്മളുടെ കഷ്ടകാലം. ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. അന്ന് തന്നെ പ്രശ്നമായപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞതാ ഇവിടുന്ന് പോയിക്കോളാൻ. അപ്പോൾ നിനക്ക് ഒരേ നിർബന്ധമായിരുന്നു നന്ദൻ്റെ കൂടെ ജീവിക്കണമെന്ന്. എന്നിട്ടിപ്പോൾ നന്ദൻ എവിടെയാണ്? ആ സമയം ഇസബല്ല പറയുന്നുണ്ട്, എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പാപ്പ. നന്ദനാണെങ്കിൽ സത്യങ്ങളെല്ലാം ദേവികയോട് തുറന്നു പറഞ്ഞതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നന്ദൻ ഒരിക്കലും അത് ആരോടും പറയില്ല എന്നാണ് ഞങ്ങൾ കരുതിയത്. എന്നിട്ടിപ്പോൾ എന്തായി, നന്ദൻ എല്ലാ സത്യങ്ങളും ദേവികയോടും ചന്ദ്രോത്തുള്ളവരോടും എല്ലാവരോടും പറഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ പ്രശ്നത്തിലായത്. ഇനിയിപ്പോൾ ആ ഋഷിയെ കാണാനില്ല, അവനെ ആരാ തട്ടിക്കൊണ്ടുപോയെന്നൊരു പിടിയില്ല എന്ന് പറയുമ്പം ഇസബല്ല പറയുന്നുണ്ട്, ഈ അരുന്ധതി മേഡം ഇപ്പോൾ ഋഷിയെക്കുറിച്ചൊന്നും അന്വേഷിക്കണില്ല. മേഡം പറയണത് ഋഷിയുടെ കാര്യം നിങ്ങൾ വിട്ടേരെ, നന്ദനെ കിട്ടിയാൽ മതി എന്നാ. അതെന്താ പാപ്പ അങ്ങനെ പറയണമെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്തായാലും ഈ പ്രശ്നം നമ്മളെയും കൊണ്ടേ പോകുള്ളൂ, മിക്കവാറും എൻ്റെ ജോലി തെറിക്കാൻ സാധ്യതയുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയും ശാരികേനെയാണ്. ശാരിക ദേവികയോട് പറയുന്നുണ്ട്, ചേച്ചി നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നന്ദേട്ടനെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ, എന്തായാലും അധികം വൈകാതെ നന്ദുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടും. ഇനിയിപ്പോൾ അരുന്ധതി മേഡോ ഇസബല്ലോ കെവിനോ ആരെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ നന്ദനെ നമുക്ക് തിരികെ തരും, എന്നാലല്ലേ അവർക്ക് ഋഷിയെ തിരികെ കിട്ടുള്ളൂ. ഇപ്പോൾ അരുന്ധതി മേഡം ശരിക്കും വിശ്വസിച്ചിരിക്കുന്നത് ഋഷി നമ്മളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് തന്നെയാണ്. അന്നേരം ശാരിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നന്ദേട്ടനെ അവർ തിരികെ കൊണ്ടുവന്ന് തന്നാൽ നമ്മൾ ഋഷിയെ എവിടെ നിന്ന് കൊടുക്കും ചേച്ചിയെന്ന് ചോദിച്ചതും, അത് അന്നേരമല്ലേ, അന്നേരം നമുക്ക് അതിൻ്റെ വഴിക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ അതോർത്ത് ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, എത്രയും പെട്ടെന്ന് നന്ദുവിനെ കണ്ടെത്തണം, അതുമാത്രം എൻ്റെ മുന്നിലെ ലക്ഷ്യം എന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട്, എന്നാലും ആരായിരിക്കുമോ നന്ദേട്ടനെ കടത്തിക്കൊണ്ട് പോയേക്കണേ, ഇതുവരെയും അതിനെക്കുറിച്ചൊരു സൂചനയും കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഇല്ല ശാരി, കുറച്ച് സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ട്. നന്ദുവിനെ കടത്തിക്കൊണ്ട് പോയ ആ വണ്ടിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്, അത് വെച്ചിപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇനി അധിക ദിവസമൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട വരില്ല, അതിനു മുമ്പായിട്ട് തന്നെ നന്ദുവിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ്. നമ്മളുടെ പ്രഭാവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കരച്ചിലിൻ്റെ ഇടയ്ക്ക് പ്രഭാവതി പറയുന്നുണ്ട്, മോനെ നന്ദ നീ എവിടെയാടാ, എത്ര ദിവസമായി അമ്മ നിന്നെ കണ്ടിട്ട്, നീ ഒന്ന് വാടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എണ്ണിപ്പറക്കി കരയുമ്പം ഈ സിദ്ധാർത്ഥൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സിദ്ധാർത്ഥൻ വന്നിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട്, എന്താ പ്രഭേ താൻ ഇങ്ങനെ ഇരുന്ന് എണ്ണിപ്പറക്കിക്കൊണ്ടിരിക്കണേ, തനിക്കറിയില്ലേ കാര്യങ്ങളുടെ കിടപ്പ്, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്താനാണ് ഞങ്ങൾ ശ്രമിക്കണേന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, കുറേ ദിവസമായല്ലോ, അച്ഛനും മോളും ഇപ്പോൾ കണ്ടെത്തും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഹരിയേട്ടനെ ആണെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് കാണണ പോലും ഇല്ല എന്ന് പറഞ്ഞതും സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഹരിയേട്ടൻ ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്താൻ പറ്റുമെന്ന് തന്നെയാണ് ഹരിയേട്ടനും പറയണേന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം ഇത് നിസ്സാരമായിട്ടാണ് തോന്നണേ, പക്ഷേ എനിക്ക് എൻ്റെ മോനെ കാണാതെ ഒരുപാട് ദിവസമൊന്നും ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ മകനെ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ഞാൻ വലിയ ആത്മഹത്യയും ചെയ്യുമെന്ന് പറഞ്ഞതും സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ താൻ ഒറ്റയ്ക്ക് മരിക്കണ്ട, തൻ്റെ കൂടെ ഞാനും മരിക്കാം, എന്തായാലും സുഖത്തിലും ദുഃഖത്തിലും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനും താനും വിവാഹം കഴിച്ച് ജീവിതം തുടങ്ങിയത്, അതുകൊണ്ട് എന്ത് കാര്യത്തിനാണെങ്കിലും ഞാനും തൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവുമെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, സിദ്ധു ഞാൻ അങ്ങനെയൊന്നും കരുതി പറഞ്ഞതല്ല, എൻ്റെ വിഷമം ഞാൻ ആരോടാ പറയണേന്ന് ചോദിക്കുമ്പം തൻ്റെ വിഷമം താൻ എന്നോടും ദേവികയോടൊക്കെ പറയും, പക്ഷേ ഞങ്ങളുടെ വിഷമം ഞങ്ങൾ ആരോടാ പറയണത്, ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഒതുക്കുക ചെയ്യണം, അത് തനിക്കൊട്ടും മനസ്സിലാവണമില്ല, ഞാൻ പല പ്രാവശ്യം തന്നോട് പറഞ്ഞു ഈ പേരും പറഞ്ഞ് ദേവികേനെ ഒന്നും കുറ്റപ്പെടുത്താൻ നിൽക്കരുതെന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, അതിന് ഞാൻ മോളെ കുറ്റപ്പെടുത്തിയൊന്നുമില്ല, എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ ഓരോന്ന് പറയണതല്ലേ എന്ന് ചോദിച്ചതും സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് തന്നെയാണ്
കുറ്റപ്പെടുത്തൽ എന്ന് പറയണേ. എന്തായാലും താൻ കുറച്ച് ദിവസവും കൂടി ക്ഷമിക്കുക, അതിനുള്ളിൽ നന്ദനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഇത് കാണിക്കുന്നത് നമ്മളുടെ രജനിയാണെങ്കിൽ ആസ്പത്രിയിൽ പോയിട്ട് തിരിച്ചു വന്നതും ഗിരീഷിൻ്റെ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ ആസ്പത്രിയിൽ പോയിട്ട് എന്താ പറഞ്ഞേ, ഡോക്ടറെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഇനി അടുത്ത മാസം ചെക്കപ്പിന് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അന്നേരം ഈ ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടരുത്. ഇപ്പോൾ പ്രകാശം പല പ്രാവശ്യവും പറഞ്ഞു മീരയെ കൊന്നത് അരുന്ധതിയാണെന്നും അതുപോലെ നന്ദനെ തട്ടിക്കൊണ്ടു ഇതും അവരാന്നാ പറയണേ. നമ്മൾ ഇനിയും കൈയും കെട്ടി നോക്കിയെന്നാൽ എങ്ങനെ ശരിയാവും, നന്ദനെ കണ്ടുപിടിക്കണ്ടേന്ന് ചോദിക്കുമ്പം രജനി പറയുന്നുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, പക്ഷേ ആ ദേവികയ്ക്കൊന്നും ഒരു കുലുക്കവുമില്ല, അവളുടെ പാർട്ടി പ്രവർത്തനമായിട്ട് നടക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം ഗിരിയുടെ അമ്മ പറയുന്നുണ്ട്, അങ്ങനെ നടന്നിട്ട് എന്താ കാര്യം, സ്വന്തം ഭർത്താവിനെ അല്ലേ കാണാതായത്, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടുപിടിക്കണ്ടേ, ഇല്ലെങ്കിൽ ആ അരുന്ധതി നന്ദനെ അപായപ്പെടുത്തിയാലോ. ഇവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഗിരി അങ്ങോട്ട് വരുന്നുണ്ട്. ഗിരി വന്നതും നിങ്ങൾ എന്തൊക്കെയായി പറയണത്, ആ പ്രകാശം പറയണത് നിങ്ങൾ വിശ്വസിച്ചേക്കുവാണോ, അവൻ പക്കാ ക്രിമിനലാ, അവൻ എന്തൊക്കെയോ ലക്ഷ്യം വെച്ചാൽ ഇങ്ങോട്ട് വന്നേക്കണത്, അവൻ പറയണതൊന്നും നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞതും രജനി പറയുന്നുണ്ട്, അതെന്താ ഗിരി അങ്ങനെ പറയണത്, പ്രകാശം പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്, അവൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ, ആ അരുന്ധതി അറിയാണ്ട് നന്ദനൊന്നും സംഭവിച്ചിട്ടില്ല, ആ അരുന്ധതിയുടെ വീട്ടിലേക്ക് വഴക്കുണ്ടാക്കാൻ ചെല്ലാനല്ലേ അവൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരാളുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിയാൽ നന്ദനെ കിട്ടും, അവനക്ക് അരുന്ധതിയും പ്രഭാവതിമേടുമായിട്ട് എന്തോ ശത്രുത ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്, അത് വെച്ച് അവൻ മുതലെടുക്കാൻ നോക്കണേ എന്ന് പറയുമ്പോൾ രജനി പറയുന്നുണ്ട്, ഗിരിയും ആ ദേവികയെ കൂട്ടി തന്നെ സംസാരിച്ചോ, അവസാനം നന്ദൻ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്കൊക്കെ മതിയാവുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ഇങ്ങനെ ആകെ സമാധാനം ഇല്ലാതെ നടക്കുകയാണ്. എന്നിട്ട് ഫോൺ എടുത്ത് സി പിക്ക് വിളിക്കുന്നുണ്ട്. സി പി ഫോൺ എടുത്തതും എന്താ മേഡം എന്ന് ചോദിക്കുമ്പം സി പി എവിടെയാണ്, സി പി അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് വന്നെന്ന് പറയണം. അന്നേരം സി പി പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ എത്താൻ മേഡം. കുറച്ച് സമയം കഴിഞ്ഞതും സി പിയുടെ വണ്ടി അരുന്ധതിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ അരുന്ധതി ഇറങ്ങി വന്നിട്ട് സി പിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്തണം. അന്നേരം ഈ സി പി ചോദിക്കുന്നുണ്ട്, അതെന്താ മേഡം, ഋഷിയെ കണ്ടെത്തണ്ടേ, നന്ദനെ മാത്രം കണ്ടെത്തിയാൽ മതിയെന്ന് ചോദിക്കുമ്പോൾ ഋഷി സുരക്ഷിതനായിട്ടൊരു സ്ഥലത്തുണ്ട്, പക്ഷേ നന്ദനെ കണ്ടെത്തിയാലേ ഋഷിയെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം ഈ സി പി ചോദിക്കുന്നുണ്ട്, അതെന്താ മേഡം, നന്ദനെ കൊടുത്താലാണോ ഋഷിയെ കിട്ടുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതല്ല സി പി, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നുമല്ല, നന്ദനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ചന്ദ്രത്തുള്ളവർ ഇവിടെ വന്ന് നന്ദൻ്റെ കാര്യവും പറഞ്ഞ് വഴക്കുണ്ടാക്കൂലേ. നന്ദനെ സി പി പറയുന്നുണ്ട്, അവരെന്തിനാ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കണേ, അതിന് മേടമൊന്നും അല്ലല്ലോ നന്ദനെ കടത്തിക്കൊണ്ട് വന്നേക്കണേന്ന്. അന്നേരം ഈ അരുന്ധതി പറയുന്നുണ്ട്, എനിക്ക് ബലമായ സംശയം ആ ഇസബെല്ലയും കെവിനും ചേർന്നാണോ ഇങ്ങനെ ചെയ്തേക്കണേന്ന്. എന്തായാലും സി പി കുറച്ച് പേരെ അവരുടെ പിന്നാലെ ഒന്ന് വിടണം, അവരുടെ നീക്കങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്യണം. അന്നേരം സി പി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ എപ്പോഴേ വിട്ട് കഴിഞ്ഞു മേഡം, ഋഷിമോൻ എവിടെയുണ്ടെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്ന്. ആ സമയത്ത് അരുന്ധതി വീണ്ടും പറയുന്നുണ്ട്, ഋഷി അല്ല നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത്, ഋഷി കുഴപ്പമൊന്നുമില്ലാതെ സുരക്ഷിതനായിട്ടുണ്ട്, നന്ദനെ കണ്ടെത്തേണ്ടത്, നന്ദൻ എവിടെയാണെന്ന് നമുക്കൊരു ഊഹം പോലും ഇല്ല, ഇനിയിപ്പോൾ ആ ഇസബെല്ലയും കെവിനും അല്ലാതെ വേറെ ഏതെങ്കിലും ശത്രുക്കൾ ചന്ദ്രോത്തുകാർക്ക് ഉണ്ടോ എന്ന്. അന്നേരം സി പി പറയുന്നുണ്ട്, അത് പറയാൻ പറ്റില്ല മേഡം, അവർ വലിയ രാഷ്ട്രീയക്കാരൊക്കെ അല്ലേ, സിദ്ധാർത്ഥനായിരുന്നെങ്കിൽ മുൻ MLA ആണ്, ദേവിക ഇപ്പോൾ MLA-യുമാണ്, അതുകൊണ്ട് തന്നെ ഇവരോടുള്ള ശത്രുതയ്ക്ക് ആരെങ്കിലും നന്ദനെ കടത്തിക്കൊണ്ട് പോയതായിരിക്കും, ആ രീതിക്ക് നമുക്ക് അന്വേഷിക്കാൻ മേഡം. എങ്ങനെ അന്വേഷിച്ചാലും വേണ്ടില്ല, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ മോൻ്റെ ജീവനത് ആപത്താണ്. അന്നേരം സി പി ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. മേഡം എന്താ ഇങ്ങനെ പറയണേ, ഋഷിമോനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നന്ദനെ കിട്ടണമെന്ന് പറയണതിൻ്റെ പിന്നിലെ രഹസ്യം എന്തായിരിക്കുമോ എന്നൊക്കെ. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ നന്ദനെയാണ്. നന്ദനാണെങ്കിൽ ഇങ്ങനെ വയ്യാത്ത പോലെ കിടക്കാണ്. അന്നേരം പ്രകാശ് മേനോൻ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രകാശിനെ കണ്ടത് നന്ദൻ പറയുന്നുണ്ട്, എന്തിനാ പ്രകാശ് നീ എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിരിക്കണേ, എന്നെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്, എനിക്കാണെങ്കിൽ തീരെ വയ്യ, എനിക്ക് എൻ്റെ അമ്മേനെയും ദേവീനെയും കാണണമെന്ന് പറയുമ്പം ഈ പ്രകാശ് പറയുന്നുണ്ട്, അതിന് നീ ടെൻഷനാവുമൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് നിന്നെ വീട്ടിലെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം, ഇപ്പോൾ നീ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഉപദ്രവിക്കാനായിട്ട് പലരും ഉണ്ടാവും, അതുമാത്രമല്ല ഇപ്പം നിനക്ക് കൂട്ടിന് ഇവിടെ ഋഷിയില്ലേ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചതും എനിക്ക് കൂട്ടിന് ആരെയും വേണ്ട, എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മതിയെന്ന്. അങ്ങനെ ഈ പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ കിടക്കണേ, എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറയുമ്പം എനിക്ക് തീരെ വയ്യടാന്ന് പറയുന്നു. അങ്ങനെ പ്രകാശ് മേനോനും ഗുണ്ടകളും ചേർന്ന് ഈ നന്ദനെ ആണെങ്കിൽ എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് നന്ദന് ഒട്ടും എഴുന്നേൽക്കാനേ പറ്റണില്ല, ഇവനെ എത്രയും പെട്ടെന്ന് ആസ്പത്രിയിൽ എത്തിക്കണം, ഇല്ലെങ്കിൽ ഇവൻ മരിച്ചു പോകുമെന്ന് ഗുണ്ടകൾ പറയുമ്പോൾ പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, ഈ അവസ്ഥയിൽ എങ്ങനെ ആസ്പത്രിയിൽ കൊണ്ടുപോകാനാ, എന്തായാലും ഞാൻ ഏതെങ്കിലും ഡോക്ടറെ കിട്ടുമെന്ന് നോക്കട്ടെ, ഡോക്ടറെയും കൊണ്ട് വരാമെന്നും പറഞ്ഞ് ഈ പ്രകാശ് മേനോൻ ഈ നന്ദനെ അവിടെ കിടത്തിയിട്ട് നേരെ പോകുന്നത് ഋഷി കിടക്കുന്ന റൂമിലേക്കാണ്. ഋഷി പ്രകാശ് മേനോനെ കണ്ടതും പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ എന്നെ ഇവിടെ കൊടുന്ന് അടച്ചിട്ടിരിക്കണേ, നിങ്ങൾക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നന്ദനെ എന്നെ നിങ്ങളിവിടെ കൊടുന്ന് തടവിലാക്കിയേക്കണേ, അല്ലാതെ ഞങ്ങളെ രക്ഷിക്കാനൊന്നും അല്ല എന്ന് പറയുമ്പോൾ പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, ഉവാടാ എനിക്ക് ലക്ഷ്യമുണ്ട്, അത് വേറെ ഒന്നുമല്ല, പണത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ രണ്ടുപേരും ഇവിടെ കൊടുന്ന് താമസിപ്പിച്ചേക്കണേന്ന് പറയുമ്പോൾ ഈ ഋഷി പറയുന്നുണ്ട്, എത്ര പണം വേണമെങ്കിലും എൻ്റെ അമ്മയോട് ചോദിച്ചാൽ തരും, നിനക്ക് എത്ര വേണം, കോടികൾ വേണമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും തീരുമാനിക്കാറായിട്ടില്ല,
എത്ര കോടി വേണമെങ്കിലും എൻ്റെ അമ്മയോട് ചോദിച്ചാൽ മതി, എനിക്ക് വേണ്ടി എൻ്റെ അമ്മ എത്ര കോടി മുടക്കാനും തയ്യാറാവും, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അന്നേരം ഈ പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, അതൊന്നും ഞാനല്ല തീരുമാനിക്കുന്നത്, എന്തായാലും എനിക്ക് മുകളിലൊരാളുണ്ട്, എൻ്റെ ബോസ്, അയാളെ ഇതെല്ലാം തീരുമാനിക്കണേന്ന്. അന്നേരം ഋഷി പറയുന്നുണ്ട്, ഞാനിതൊന്നും വിശ്വസിക്കില്ല, നീ പച്ചക്കള്ളം പറയാ, നിനക്ക് വേണ്ടി തന്നെ നീ പൈസ ചോദിക്കണേന്ന് പറയുമ്പം പ്രകാശ് പറയുന്നുണ്ട്, അല്ലടാ നീ എന്നെ വിശ്വസിക്ക്, എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, എൻ്റെ മുകളിലുള്ള ഒരു ബോസ് ഉണ്ട്, ആ ബോസ് പറയണ തുകയാണ് നിൻ്റെ അമ്മ ഞങ്ങൾക്ക് തരേണ്ടത്, നിൻ്റെ അമ്മ മാത്രമല്ല ചന്ദ്രോത്തുള്ളവരും തന്നെ. അന്നേരം ഋഷി പറയുന്നുണ്ട്, ചന്ദ്രോത്തുള്ളവരോട് നീ എന്ത് വാങ്ങിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വരണം, നിൻ്റെ ആ ബോസ് ആരാന്ന് ചോദിക്കുമ്പം എന്തായാലും വേഗുന്നവരെ കാത്തില്ലേ, ഇനിയിപ്പോൾ 6 വരെയും കൂടി കാക്ക്, അധികം വൈകാതെ തന്നെ എൻ്റെ ബോസ് ഇങ്ങോട്ട് വരും. അന്നേരം ഈ ഋഷി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിൻ്റെ ബോസിനോട് ഇങ്ങോട്ട് വരാൻ പറ, എന്നാൽ പിന്നെ ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാകുമല്ലോ, എൻ്റെ അമ്മയാണെങ്കിൽ എത്ര പണം എറിഞ്ഞിട്ടാണെങ്കിലും എന്നെ രക്ഷിച്ചോളൂ എന്ന്. പിന്നീട് പ്രകാശ് മേനോനാണെങ്കിൽ ഈ ഋഷിയുടെ അടുത്തുനിന്ന് പുറത്തേക്ക് പോകുമ്പം ഋഷി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ പിന്നിൽ ആരോ ഉണ്ട്, അതുകൊണ്ടാണ് ഇവൻ ഞങ്ങളിവിടെ താമസിപ്പിച്ചേക്കണത്, ഇത് ശരിക്കും എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങാനുള്ള ഐഡിയ മാത്രം, അല്ലാതെ എന്നെയോ നന്ദനെയോ രക്ഷിക്കാനൊന്നും അല്ലാന്ന്. ഇതേ സമയം പ്രകാശ് മേനോനാണ് ഈ പുറത്തേക്ക് ഇറങ്ങിയതും ഒരു കാറ് വരുന്നുണ്ട്. ആ കാറ് കണ്ടതും പ്രകാശ് മേനോൻ വേഗം തന്നെ മുഖമൊക്കെ ഇങ്ങനെ മൂട്ടിക്കെട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അന്നേരം ഗുണ്ടകൾ പറയുന്നുണ്ട്, സാറേ നമ്മളുടെ ബോസ് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ പ്രകാശ് മേനോനാണ് ഈ കാറിൻ്റെ അവിടെ ചെന്ന് ഡോറ് തുറന്നതും യഥാർത്ഥ വില്ലൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതാരാന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവണില്ല, അയാളെ ഹൈഡ് ചെയ്ത് തന്നെയാണ് കാണിക്കുന്നത്, മിക്കവാറും അത് CPO ത്യാഗരാജനും ആയിരിക്കുള്ളൂ. എന്തായാലും അരുന്ധതിയുടെ വലങ്കൈയായി നിൽക്കുന്ന CPക്ക് അരുന്ധതിയുടെ സ്വത്തിൽ കണ്ണുണ്ടാവും, അതുകൊണ്ട് തന്നെ ഈ CP തന്നെയായിരിക്കും ഈ ഋഷിയെ നന്ദനെ കടത്തിക്കൊണ്ടുപോകാൻ പ്രകാശ് മേനോന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.